അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ഒഴിവാക്കി ഏകനായ അല്ലാഹു
ബന്ധം പിടിക്കുന്ന ഒരു മതതത്വ സംവിധാനം ഈ നിലയ്ക്കൊന്നും അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയുടെ യാഥാർത്ഥ്യം, ജീവിതം എന്ന ഒരു പ്രകൃതം, ആ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, ഈ പ്രകൃതിയുടെ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും മാർഗദർശനം നൽകുന്ന ഒരു സജീവമായ ആദർശ സംവിധാനം, ആദർശ തത്വ സംവിധാനങ്ങൾ, എല്ലാത്തരം അനീതികളെയും തകർക്കുന്ന, അധാർമികതയ്ക്കെതിരെ ധീരമായി പൊരുതുന്ന, മനുഷ്യ മനസ്സിനും ശരീരത്തിനും ചുറ്റുപാടുകൾക്കും ആശ്വാസം നൽകുന്ന, ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകുന്ന ഒരു യഥാർത്ഥ ജീവിത ദർശനം എന്നുള്ളതിനെ കാണുന്നു. അത് പ്രായോഗിക ജീവിതത്തിൽ യാതൊരു പ്രതിഫലനവും ചെലുത്താത്ത കുറെ പൂജാതി കർമ്മങ്ങളോ ആരാധനാ കർമ്മങ്ങളോ ചില കൊടുക്കൽ വാങ്ങലുകളോ ആയി അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തെ ഒതുക്കുന്നില്ല. ജീവിതത്തെ മൊത്തം ബാധിച്ചിരിക്കുന്ന എല്ലാ സംഗതികൾക്കും വ്യക്തമായ നിർദ്ദേശമുള്ള ഒരു ജീവിത ദർശനം എന്നുള്ളത്. അതിൽ നിന്ന് ഒഴിവാക്കാനായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏതേത് മേഖലകളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുവോ ആ മേഖലകളിലൊക്കെ ഈ ദീനിന്, ഈ സംസ്കാരത്തിന്, സംസ്കാരം ദീൻ എന്ന് പറഞ്ഞ മതം എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നതായിരിക്കും. ഈ സംസ്കാരത്തിന് അതിൻ്റെതായ കാഴ്ചപ്പാടുകൾ, അതിൻ്റെതായ നിർദ്ദേശങ്ങൾ ഏത് കാലഘട്ടത്തിലും ഏത് പ്രദേശത്ത് ഏത് ഭാഷ സംസാരിക്കുന്ന ഏത് വർണ്ണത്തിലുള്ള മനുഷ്യനും വളരെ ആകർഷകമായും ശാന്തമായും ഫോളോ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പിൻപറ്റാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവഴി നൽകുകയുള്ളൂ. അതിനാദ്യം അടിസ്ഥാനം കൂട്ടി ഉറപ്പിച്ചിട്ട് വേറെ കുറെ കാര്യങ്ങളൊക്കെ സാധാരണ നിലയിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് പ്രബോധന രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ കൊണ്ട് ജീവിച്ചിട്ടുള്ളത്. പണ്ട് കാലത്തൊക്കെ ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ മസ്തിഷ്കത്തിലെ മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ ആ സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തോടു കൂടി പൂർത്തിയാക്കുമ്പോൾ അന്നും ഈ ലോകത്ത് പുതിയ തലമുറ വരാനുള്ള എത്ര കാലം ഈ ലോകം ഉണ്ടാവുമോ അത്രയും തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ പര്യാപ്തമായി ടെക്നോളജി എത്ര ഡെവലപ്പ് ചെയ്താലും അതുപോലെ തന്നെ മറ്റ് ഏതെല്ലാം സംഗതികൾ വളർന്നു വലുതായാലും അവിടെയൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പര്യാപ്തമായ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിത ദർശനത്തെ സംബന്ധിച്ച് മാർഗനിർദ്ദേശം നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ വളരെ പ്രധാനപ്പെട്ട ആദ്യം അടിസ്ഥാനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അടിസ്ഥാനം പഠിപ്പിക്കുക, പ്രത്യേകിച്ച് നമുക്ക് മക്ക കാലഘട്ടത്തിൽ അവതരിക്കപ്പെട്ട സൂറത്തുകളെ പരിശോധിച്ചാൽ അല്ലാഹുവിന്റെ ഏകത്വം, അവന്റെ അജീയത, എല്ലാത്തിലുമുള്ള അവന്റെ ഇടപെടൽ, പടച്ചവന്റെ വിശേഷണങ്ങളെ കുറിച്ച് വിപുലമായി വ്യാപകമായി അടിസ്ഥാനപരമായി പഠിക്കുന്നത് അള്ള യഥാർത്ഥത്തിൽ ആരാണ്, ഈ പ്രപഞ്ചവും അള്ളയും തമ്മിലുള്ള ബന്ധം എന്താണ്, നമ്മളും അള്ളയും തമ്മിലുള്ള ബന്ധം എന്താണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഉപയോഗം എന്താണ്, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ അള്ളാഹുവിനെ ഊന്നിക്കൊണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ പ്രവാചകത്വത്തിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ വിധിയുടെ ആഴങ്ങളിലുള്ള ചില പരാമർശങ്ങൾ, പരലോക ജീവിതം എന്ന ഒരു യാഥാർത്ഥ്യം, ഇതൊക്കെയാണ് അടിസ്ഥാനപരമായി ദീനിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു ധാർമ്മിക സദാചാര സാമൂഹ്യ കാര്യങ്ങളൊക്കെ മദീനയിലാണ് കൂടുതൽ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ മക്കയിൽ ഈ അടിസ്ഥാനപരമായ സംഗതികൾ പഠിപ്പിക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ച ചില സംഗതികൾ. അപ്പോ അത്തരം വളരെ ഗൗരവമായ അടിസ്ഥാന സംഗതികളോടൊപ്പം പഠിപ്പിക്കുന്നതിനിടയിൽ അതിശക്തമായ താക്കീതോടുകൂടി അതിശക്തമായ യുദ്ധപ്രഖ്യാപനം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സംഗതി, ഒരു സാമൂഹ്യ തിന്മമാണ്. അതായത് തട്ടിപ്പ് നടത്തുക. തട്ടിപ്പ് നടത്തുക പറഞ്ഞാൽ വിപുലമായ അർത്ഥതലങ്ങളുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്യം കാണിക്കുന്ന ഒരു തട്ടിപ്പാണ്. എല്ലാ മേഖലകളിലും മനുഷ്യനെ തട്ടിപ്പ്, അഴിമതി, അക്രമം, തട്ടിപ്പ്, ഇതൊക്കെ അനീതിയാണ് എന്നുള്ളതാണ്, അധർമ്മമാണ്. ഈ അധർമ്മം ഉണ്ടായിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ സമാധാനം ഇല്ലാതാവും എന്നുള്ളതാണ്. സൂറത്തുൽ മുത്തഫിഫീൻ, വൈലിൽ മുത്തഫിഫീൻ, അതാണ് ഞാൻ നിങ്ങളെ ഓതിക്കുന്നത്. നമ്മളൊക്കെ സാധാരണ ഓതി പോകുന്ന ഒരു സംഗതി. വൈലിൽ മുത്തഫിഫീൻ എന്നാണ് തുടങ്ങുന്നത്. വൈൽ എന്ന് പറഞ്ഞാൽ മഹാനാശം, നശിച്ചു പോട്ടെ എന്നൊരു ശാപം.
അത് ശാപമായിട്ട് പറഞ്ഞാലും വിധിയായിട്ട് പറഞ്ഞാലും ശിക്ഷയായിട്ട് പറഞ്ഞാലും പറയുന്നത് അള്ളാഹുവായതുകൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മളൊരു വിധി പറയുന്നതും ഒരു ശാപം പറയുന്നതും ഒരു സാധാരണ പ്രസ്ഥാനത്തൊക്കെ നമ്മളെ സംബന്ധിച്ചോളം വ്യത്യസ്തമാണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയില്ല. അള്ളാഹു താല നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ നശിച്ചു. തഫീഫ് എന്ന വാക്കെന്നാണ്, തഫീഫ് എന്ന വാക്കിൽ നിന്നാണ് ഈ തഫീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചെറിയതും നിസ്സാരമായ ഒരു വസ്തുവിന് കുറവുണ്ട്. അതിന് വലിയ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. വലിയ തട്ടിപ്പിനെ കുറിച്ചുള്ള വലിയ വലിയ തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് സാധാരണ നിലയിൽ ഗ്രാമത്തിലെ കച്ചവടക്കാരൻ മുതൽ അന്താരാഷ്ട്ര തലത്തിലെ കോർപ്പറേറ്റ് ഭീമന്മാർ വരെ തട്ടിപ്പെടുത്താം. തട്ടിപ്പിന്റെ ഒരു ഏതെങ്കിലും ഒരു വാർത്തയെങ്കിലും പത്രത്തിൽ വരാത്ത ഒരു ദിവസം നമുക്ക് ഇന്ന് കടന്നു പോകില്ല എന്നല്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ ആരെങ്കിലും ഒരു ആരോപണം എന്നാൽ ഇത്ര തടിച്ചു ഇന്നലെ ഇന്നുണ്ട്. അപ്പൊ ഇത് ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ജനത്തിന് ഉപയോഗിക്കേണ്ട സംഗതികള് അനധികൃതമായി ചില ആളുകള് പിടിച്ചെടുക്കുന്നു. അത് അവരുടെ അധികാരവും സ്വാധീനവും അതുപോലെയുള്ള സംഗതികൾ വെച്ച് പിടിച്ചെടുക്കുന്ന ഒരു രീതി ഇത് ഇന്നും തന്നെ തുടങ്ങില്ല. മനുഷ്യ ചരിത്രത്തോളം തന്നെ ഇതിന് പഴക്കേണ്ടതാണ്. ഇന്നും തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാല്, സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അവന് മറ്റുള്ളവർക്കുള്ള അവകാശം പിടിച്ചെടുക്കാനുള്ള ഒരു ത്വര അവരുണ്ടാവും. ഒരു പൈശാചികമായി തോന്നുന്നത് ഈമാന്റെ ഒരു കുറവിന്റെ ലക്ഷണമായിട്ടാണ് ഖുർആനിലൂടെ പറഞ്ഞത്. അപ്പൊ അത്ര വലിയ തട്ടിപ്പിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇത് വളരെ നിസ്സാരമായ സംഗതികളുടെ തട്ടിപ്പാണ്. സാധാരണ ഈ കച്ചവടക്കാരെ അളവിൽ തൂക്കത്തിലൊക്കെ കുറയ്ക്കുന്ന സംഗതികളുണ്ട്. അത് പണ്ടോണ്ട് ഇപ്പോഴുണ്ട്. കള്ളത്തരാശി തൂക്കുക. ഈ പടി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരു വെയിറ്റിംഗ് മെഷീൻ സാർ വന്നിട്ട് കറക്റ്റായിട്ട് തൂക്കി നോക്കിയിട്ട് അതിന്റെ അടിയിൽ ഒരു ഈയൊക്കെ ഉരുക്കി ഒഴിച്ചിട്ട് മെഷർമെന്റ് കറക്റ്റാണ്. അവരൊക്കെ പോയി കഴിയുമ്പോൾ ഇയാൾ കത്തി എടുത്താൽ കളയും. അപ്പൊ ഒരു 20 ഗ്രാമോ 15 ഗ്രാമോ ആ കട്ടിയിൽ പറയുന്നുണ്ടാവും. ബാക്കിലൊക്കെ നോക്കിയാൽ സീഡിക്ക് സാധനം അത് പണ്ടേ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വെയിറ്റിംഗ് മെഷീൻ സാറ് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടായത് ഈ മനുഷ്യർക്ക് ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരെ കൊടുക്കുന്നത് കുറയ്ക്കുക എന്നല്ല. അപ്പൊ മറ്റുള്ളവരെ കൊടുക്കുന്നതിന് ഒരു നിസ്സാരമായ ഒരു സംഗതിയായിട്ടാണ് ആളുകൾ കാണുന്നത്. അങ്ങനെ കുറച്ച് ഒരു 2 കിലോ പഞ്ചസാര തൂക്കെടുത്ത് 100 ഗ്രാം അല്ലെങ്കിൽ 20-150 ഗ്രാം കുറച്ച് അതിന് ഉപഭോക്താവ് അറിയില്ല. സ്വാഭാവികം 2 കിലോയിൽ 100 ഗ്രാം കുറഞ്ഞാൽ അറിയില്ല എന്നുള്ള കമ്പി തൂക്കെടുത്ത്. അതുപോലെ തന്നെ തൂക്കി കൊടുക്കുന്ന സാധനം, അളന്നു കൊടുക്കുന്ന സാധനം, ഈ ഏത് സാധനത്തിനും ചെറിയ തട്ടിപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഉപഭോക്താവ് യഥാർത്ഥത്തിൽ അറിയില്ല, അത്ര ഫീൽ ചെയ്യില്ല, അങ്ങനെ അനുഭവപ്പെടില്ല. അത്തരം തട്ടിപ്പുകൾ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്നു. അത് മുതൽ വലിയ വമ്പൻ തട്ടിപ്പുകൾ വരെ നൂഹ് നബിയുടെ കാലത്തുണ്ടായിരുന്നു, ശുഐബ് നബിയുടെ കാലത്തുണ്ടായിരുന്നു. അതുപോലെ പല പ്രവാചകന്മാരുടെ കാലത്തും ഇത്തരം തട്ടിപ്പുകളൊക്കെ നടന്നിരുന്നു. അതിനെതിരെ ശക്തമായ താക്കീത് ആ കാലഘട്ടത്തിലൊക്കെ പ്രവാചകന്മാർ നൽകിയിരുന്നതാണ്. ഞങ്ങൾ പറഞ്ഞു വന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംഗതി അള്ളാഹുവിന്റെ ഏകത്വവും പരലോക ജീവിത യാഥാർത്ഥ്യവും ഒക്കെ മനുഷ്യ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സാമൂഹ്യ തിന്മയെ കുറിച്ച് ഇത്ര ശക്തമായി ഖുർആൻ പറയുമ്പോൾ അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ ഇത് വളരെ, അതായത് ഏകദൈവ വിശ്വാസവും നീതിയും തമ്മിലുള്ള ആ ബന്ധമാണ്. ഈ വിശ്വാസം അത് നമ്മളെ പൂജയ്ക്ക് കൊണ്ട് നടക്കാനുള്ള സംഗതിയാണ്. നല്ലോണം നിസ്കരിക്കും, നോമ്പൊടിക്കും, പക്ഷെ സക്കാത്ത് കൊടുക്കില്ല, രക്ഷയില്ല. പടച്ച തമ്പുരാനടുത്ത് കണക്കിൽ കൊടുക്കില്ല. ഇനി സക്കാത്ത് കൊടുക്കും, പക്ഷെ ഈ പറഞ്ഞ പണിയുണ്ട്, കച്ചവടമാണ്, ലേശം തടിക്കും, രക്ഷയില്ല. അതെല്ലാം പാത്രമായി പോകുന്നത്. കാരണം ഇത് വിശ്വാസവും തൗഹീദുമായി ബന്ധപ്പെട്ട് എന്തിനാണ് തട്ടിക്കുന്നത്? ഒരു കച്ചവടക്കാരൻ മാന്യമായി കച്ചവടം ചെയ്യും. എന്തിനാണ് തട്ടിക്കുന്നത്? ലാഭം ഉണ്ടാക്കാൻ. ലാഭം എന്താ? സുഖിക്കാൻ. ആത്യന്തികമായി എവിടെയാണ് എത്തുക? ലാഭം ഉണ്ടാക്കാനും സുഖിക്കാനും ഉദ്ദേശിച്ചു. പക്ഷെ ഈ ലാഭവും നഷ്ടവും വരുത്തുന്നത് അല്ലാഹുവാണ് എന്നൊരു ഉറച്ച വിശ്വാസം. മനുഷ്യന്റെ വിഭവത്തിന്റെ വിഹിതം നിശ്ചയിക്കുന്നത് തമ്പുരാനാണെന്ന് 1000 പ്രാവശ്യം ഖുർആനിൽ എടുത്തു പറഞ്ഞു. ഓരോരുത്തർക്ക് എപ്പോ, എവിടെ, എത്ര, എന്ത്, എങ്ങനെ, ഏത് കോലത്തിൽ കിട്ടണം എന്ന് തീരുമാനിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അന്തിമ വിധി നൽകുന്നത്, അവനല്ല. അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. ചിലപ്പോ പ്രവർത്തിച്ചാൽ കൊടുക്കാതെ പരീക്ഷണം, ചില പ്രവർത്തിക്കാതെ കൊടുക്കും, അത് പരീക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെറിയ തോതിലുള്ള തട്ടിപ്പ്, ആ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ തട്ടിപ്പ് നടത്തുമ്പോ അവന്റെ വിചാരം ഇതെനിക്ക് ലാഭം ഉണ്ടാവും എന്നാണ്. ഇല്ല എന്നാണ് ഉണ്ടാകുന്നത്.
ചെറിയ ഇപ്പോ പലതരത്തിലുള്ള ഇപ്പൊ 100 രൂപയുടെ ഒരു സാധനം വാങ്ങി 95 രൂപ ചില്ലറല്ല കേട്ടോ. അവന്റെ പെട്ടിയിൽ 5 രൂപ ഒരുപാടുണ്ടാവും. സാധാരണ നമ്മുടെ നാട്ടിലെ കണ്ടക്ടർമാരെ സ്ഥിരമായി ഉപയോഗിക്കുന്ന കണ്ടുപിടി ഇല്ലാന്ന് പറഞ്ഞാൽ പതിയിലിട്ടാ തരാൻ സ്ഥിരമായി ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ബാഗ് പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ പൈസ തന്നെ ഉണ്ടാവും. അപ്പൊ അവരുടെ വിചാരം ഈ 2 രൂപ ആ പാവത്തിൽ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നതാണ്. പക്ഷെ അത് സ്വന്തം അമലുകൾ പോലും പൊളിച്ചു കളയുന്ന വലിയ ഒരു വൻപാപമായിട്ട് ഇത് ആവർത്തിക്കുമ്പോൾ അത് വൻപാപമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ തട്ടിപ്പ് കുറച്ച് വിപുലമായി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരാളെ രൂക്ഷമായി വിമർശിക്കും, പക്ഷെ അയാൾ നമ്മളെ വിമർശിച്ചാലും ചൂടാവും. അത് മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഗതി നമ്മൾ മറ്റുള്ളവന്റെ പേരെ ആക്ഷേപിക്കും. അതും ഈ തട്ടിപ്പിന്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാരെത്തിയിരുന്നു. ഞാന് വിമർശനാതീതനായിരിക്കണം, എന്നാലും വിമർശിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളെ എടുത്ത് പറഞ്ഞ് വിമർശിച്ച് അയൽപത്ത് പറഞ്ഞ് അവരെ സമൂഹത്തിൽ അടിച്ച് തകർത്തിട്ടാണ്. അത് നമുക്ക് ലൈസൻസ് ഉണ്ട്. പക്ഷെ മറ്റുള്ളവർ എന്തെങ്കിലും നമ്മുടെ ഒരു പോരായ്മ എടുത്ത് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റൈസാവും. അങ്ങനെ മനുഷ്യന് സ്വഭാവമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മള് ചിന്തിക്കാൻ ആലോചിക്കാൻ പറ്റും. നമ്മളെ സ്നേഹിക്കണം, പക്ഷെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കില്ല. അതായത് അങ്ങോട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കാതിരിക്കുക, ഇങ്ങോട്ട് വാങ്ങിയെടുത്ത് അളന്ന് കൃത്യമായി വാങ്ങുക. അത് ഈ തട്ടിപ്പിലുണ്ടാകുക. വളരെ അതായത് ഉപഭോക്താവുമ്പോൾ കൃത്യമായി കിട്ടണം. വിൽപ്പനക്കാരനോ കൊടുക്കുന്നവനോ ആവുമ്പോ അവനതിൽ കുറയ്ക്കുന്നു. ഓരോരുത്തരും ഇങ്ങനെയാണ്. സ്നേഹത്തിന്റെ കാര്യം മുതൽ എല്ലാ സംഗതി പരിഗണനയുടെ കാര്യം വരെ നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടത് തീർത്തും കിട്ടിയേ പറ്റൂ. അങ്ങോട്ട് കൊടുക്കുമ്പോ നമ്മൾ ആ നമുക്കുള്ള മയം മറ്റുള്ളവരെ സ്വന്തം സഹോദരന് കൊടുക്കൂല. അത് സത്യവിശ്വാസത്തിന്റെ വലിയൊരു ഫാൾട്ടായിട്ട് ഖുർആൻ എടുത്ത് പറയും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനും നിങ്ങളുമൊക്കെ ഇതിൽ പലപ്പോഴും ഇരകളാകുന്ന മനുഷ്യന്മാരാണ്. നമ്മൾ ചെയ്യാറുണ്ട്. മെമ്പറിൽ നിന്ന് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വരവ് പരിശുദ്ധനാണ്, ചെയ്യാറില്ല എന്നല്ല. ഞാനും നിങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് ഇക്കാര്യം ചെയ്യുന്നത്. അങ്ങോട്ട് നമ്മൾ കൊടുക്കുമ്പോ പലപ്പോഴും ഷോർട്ടേജ് വെച്ചു, കമ്മി വെച്ചു. ഇങ്ങോട്ട് കിട്ടാനുമ്പോ കണക്ക് പറഞ്ഞു വാങ്ങുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ചെയ്യും. ഇത്തരം തട്ടിപ്പുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വൈലുൽ ലിൽ മുത്തഫ്ഫിഫീൻ, നശിച്ചു പോട്ടെ, നാശം. അതായത് കുറവ് വരുത്തുന്ന തട്ടിപ്പുകാർ. അല്ലദീന യഖ്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്നവർ എന്തെങ്കിലും അളവ് വാങ്ങിയാൽ അവർ തികച്ചും വാങ്ങും. ഇദാ ഖാലൂഹും ഔ വസനൂഹും യഖ്സിറൂൻ, അങ്ങോട്ട് അളമോ തൂക്കിയ കൊടുക്കുമ്പോ യുഖ്സിറൂൻ, കുറവ് കമ്മി വരുത്തും. അപ്പൊ മറ്റുള്ളവരുടെ അവകാശത്തിൽ കമ്മി വരുത്തിയാൽ അത് നമുക്ക് ആനന്ദമുണ്ടാവുമെന്ന തെറ്റായ ധാരണ ഒരു രക്ഷി ചിന്താഗതിയാണ്. അടുപ്പിച്ചു പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാല് ഈമാന്റെ കുറവാണ്. കാരണം മറ്റുള്ളവന്റെ അവകാശങ്ങൾ തീർത്തു കൊടുക്കുന്നതിലാണ് യഥാർത്ഥം നമ്മുടെ ആനന്ദം നിലനിൽക്കുന്നത്. ഒരാൾ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യാൻ അവസരമാണ് നമ്മൾ മറ്റവൻ എഴുന്നേറ്റാണ് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എഴുന്നേറ്റ് പോയി. മറ്റൊരിക്കൽ അത് നമ്മളെക്കാൾ അവസരം വരുന്നു, നമ്മളെ എഴുന്നേറ്റാറില്ല. വളരെ നിസ്സാരമാണ് സംഭവം. പക്ഷേ ആഴത്തിൽ ഈമാനുമായി അതിന് ബന്ധമുണ്ട്. അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ എനിക്ക് എന്റെ തെറ്റുകൾ പുറത്തു പോകാനും അല്ലാഹുവിനടുത്ത് കൂലി കിട്ടാനും ഉള്ള ഒരു വഴിയാവും എന്ന് ചിന്തിക്കാനുള്ള ഒരു ഈമാനികമായ ആഴം ഉണ്ടാകുമ്പോഴാണ് സത്യവിശ്വാസത്തിന് രുചി അറിയുന്നത്. ഇതുണ്ടായ ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണിച്ചു. മദീനയിലേക്ക് ചെന്ന മക്കക്കാരെ മഹാജനുകളെ സ്വീകരിച്ചുകൊണ്ട് അൻസാരികളുടെ സ്വഭാവം സ്വന്തത്തിൽ നഷ്ടം വരുമ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും മെച്ചത്തിനു വേണ്ടിയും അവർ മറ്റുള്ളവർക്ക് മുൻഗണന കൊടുത്തിരുന്നു. അത്തരമൊരു സ്വഭാവം ഉണ്ടായിരുന്നു അൻസാറുകൾക്ക്. അവരുടെ കച്ചവട സ്ഥാപനങ്ങളും പാടങ്ങളും മുമ്പൊക്കെ സൂചിപ്പിച്ച ഒന്നിലധികം ഭാര്യമാരുള്ളവർ ഭാര്യയെ തലാഖ് എന്നിവരെ കൊടുക്കാൻ തയ്യാറായിരുന്നു. നാലോചൊക്കെ അത്ര വളരെ ആഴത്തിൽ അതിനെനിക്ക് ഈ കൂലി കിട്ടും. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ത്യാഗം എന്ന് പറയുമ്പോൾ അവനവന്റെ മനസ്സിനും തടിക്കും പിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥ ത്യാഗം. ഇതാ കാലൂഹും മൗവസനൂഹും യഫ്സിറൂൻ, മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ കമ്മി വരുത്തി ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ചില ആളുകളുടെ എപ്പോഴും പൈസ
ഫിക്സഡ് പ്രൈസുള്ള കടകൾ മാന്യമായി കച്ചവടം ചെയ്തവരാണ്. അവിടെ ചെന്നിട്ട് പേശി അല്ല കുറച്ച്, പിന്നെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് നിവൃത്തിയിൽ അത് ലാഭത്തിൽ കുറച്ച് അവിടെ എന്ന് പറയും. വിഷമം ഉണ്ടാക്കിയില്ല അത് പങ്കെടുക്കുന്നത്. പേശി വാങ്ങാനുള്ള കച്ചവടം വേറെ ഉണ്ടാവും. അത് കച്ചവടത്തിന്റെ കാര്യമായാലും ഇടപാടുകളുടെ കാര്യമായാലും അപ്പൊ ക്രയവിക്രയങ്ങളിൽ ഉണ്ടാകുന്ന ഈ തട്ടിപ്പ് അത് ഒരു വലിയ സാമൂഹ്യ തിന്മ. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, പരലോകത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന അതേ ഊപ്പോടുകൂടി ഈ സാമൂഹ്യ തിന്മയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ബോധവൽക്കരിക്കുന്നു. എന്നിട്ട് ഇത് അങ്ങോട്ട് കണക്ട് ചെയ്യണം. ഈ ഒരു സംഗതി നിസ്സാരമായ നിങ്ങളുടെ ദുന്യാവിലെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, ഇത് നിങ്ങളുടെ നാളെ അള്ളാഹുവിന്റെ അടുത്ത് കൈകെട്ടി നിന്ന് ഉത്തരം പറയേണ്ട സംഗതിയാവും എന്നത് വലിയ ഒരു ചോദ്യമാണ്. എന്നെ കൂട്ടർ വിചാരിക്കില്ലേ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ അവരെ നിരത്തി നിർത്തി ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും എന്ന് ചോദ്യമാണ്. ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ വിചാരിക്കുന്നില്ലേ നാളെ പടച്ചവന്റെ മുമ്പിൽ ചെന്നിട്ട് ഇത് ഉത്തരം പറയേണ്ട ഒരു സംഗതിയാണ് ഇത് ചെയ്യണത് എന്നുള്ളത്. യൗമുൻ അളീം, ഭയങ്കരമായ ഒരു ദിവസം. ഒരു വാപ്പാക്കും ഉമ്മയെ സഹായിക്കാൻ പറ്റൂല, ഒരു മോനും ഒരു വാപ്പായെ സഹായിക്കാൻ പറ്റൂല, ഒരു ബന്ധുവിനും മറ്റൊരു ബന്ധുവിനെ സഹായിക്കാൻ പറ്റൂല. കൂടെ കരളിന്റെ കഷ്ണമായ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഒന്നും ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല. നഫ്സി നഫ്സി. ഒരു പ്രവാചകൻ മനിയായെ സഹായിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു വളരെ ഹൃദയവേദനമായ ഒരു വാചകമാണ്, യാ ഫാത്തിമ ഇത്തഖില്ലാഹ്. ഫാത്തിമ, നീ അള്ളാഹനെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ അടുത്ത് നിന്നെ രക്ഷിക്കാൻ എനിക്കാവില്ല. എന്റെ മകൾ ഫാത്തിമ കട്ടാലെ കൈവിട്ടും എന്ന് പറഞ്ഞ ഹദീസുമായി ബന്ധപ്പെടുത്തിച്ച് ഫാത്തിമയോട് ഉപദേശിച്ച്, എന്റെ ഹൃദയത്തിന്റെ കഷ്ടമാണ്, കരളിന്റെ കഷ്ടമാണ്, എന്റെ ജീവന്റെ ജീവനാണ് ഫാത്തിമ. യാ ഫാത്തിമ ഇത്തഖില്ലാഹ്, നീ അള്ളാഹനെ സൂക്ഷിച്ചോളൂ ഫാത്തിമ. കാരണം നിന്നെ രക്ഷിക്കാൻ, അള്ളാഹുവിനെ രക്ഷിക്കാൻ എനിക്ക് സാധ്യമാവില്ല. പിന്നെ ആർക്കാരെ രക്ഷിക്കണം? യൗമുൻ അളീം, വലിയ ഒരു ദിവസം, ഭയങ്കരമായ ദിവസം, മഹത്തായ ദിനം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ദിനം, നിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ ദിവസം. എല്ലാം ഈ യൗമുൻ അളീം ഒറ്റ വാക്കിൽപ്പെടും. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും അണി 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 അണിയായി നിരത്തുന്ന ഒരു രംഗം ഉണ്ടാവും. ഇത് തള്ളിക്കളഞ്ഞുകൊണ്ട് ദുനിയാവിൽ ജീവിക്കാൻ പറ്റില്ല. ഭൗതിക ജീവിതത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പരലോകത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ ഇത് നമ്മളെ ശ്രമിക്കുന്നത്. അതായത് ഈ ദീനിന് നിയമസമ്മതയോടെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ രാഷ്ട്രീയമായ ശക്തിയുടെയോ അല്ലെങ്കിൽ നിർബന്ധത്തിന്റെയോ പേരിൽ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണം എന്നൊരു ഉദ്ദേശമില്ല. ആളുകൾ പറയാറുണ്ട് ഇസ്ലാമിക മതരാഷ്ട്രം. അങ്ങനെ ഏർപ്പാടില്ല. ഒരു ഇസ്ലാമിക മതരാഷ്ട്രം ഉണ്ടാക്കി ആളുകളെല്ലാം അടിച്ച് അതിന്റെ ഇസ്ലാമിനകത്താക്കണം, അങ്ങനെ ഏർപ്പാടുകൾ ഖുർആനിൽ കാണുന്നു. ലാ ഇക്റാഹ ഫിദ്ദീൻ. കാര്യങ്ങൾ കൃത്യമായാണ് പറഞ്ഞുകൊടുക്കുകയാണ്. എന്നിട്ട് ഓരോ മനുഷ്യ മനസ്സും മാറ്റണ്ടായിട്ട് സ്വയം സമർപ്പിക്കുക. അതിനാണ് ദീൻ എന്ന് പറയുന്നത്. ആ സമർപ്പണത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പൂർണ്ണമായും സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിതരായ ഒരു സമൂഹം വരുമ്പോൾ അവിടെ ഇസ്ലാമിക സംവിധാനം ഉണ്ടാവും. അല്ലാത്തത്തോളം വ്യക്തികളും കൂട്ടങ്ങളും ഒക്കെ ഇസ്ലാമിനെ സമർപ്പിച്ചുകൊണ്ടേ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അവിടെ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിരത്തി നിർത്തുന്ന ഒരു സന്ദർഭം. മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ സ്വാതന്ത്ര്യം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവനെ നിർബന്ധിച്ചൊന്നും ചേർക്കാൻ പാടില്ല. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ എല്ലാത്തിനും തടി വായിച്ചു. അപ്പൊ അവർ ആരാ പറയാനിരിക്കുക? ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിൽ ഒരു ഭരണാധികാരി പറയണേ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെ കൽത്തുറന്ന് കളയാൻ ആരാ പറയാനിരിക്കുക? പേടിച്ചാണ്, എല്ലാവരും പേടിച്ചു. പക്ഷെ അങ്ങനെ ഒരു ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. അപ്പൊ എന്തിനാണ് ഈ പരലോകം പറഞ്ഞത്? മനുഷ്യ മനസ്സിലുമായിട്ടുണ്ട്. ഞാനിത് അനാവശ്യം കാണിക്കുമ്പോ, ഒരു തട്ടിപ്പ് നടത്തുമ്പോ നാളെ എന്റെ രക്ഷിതാവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയും ഉത്തരം പറയുകയും ചെയ്യേണ്ടി വരുന്ന എന്നൊരു ബോധം എനിക്കുണ്ടായാൽ അതിൽ ഞാൻ മാറി. നിയമപരമായി നിയമത്തിന്റെ മാത്രം സംഗതി നീതി നടപ്പാക്കാൻ സാധ്യത. ഇസ്ലാമിന്റെ നിയമത്തിലും സമ്പൂർണ്ണ നീതി ഭൂമിയിൽ നടപ്പാക്കാൻ പറ്റില്ല. ആളുകൾ അത്ഭുതം നോക്കണം. ഇസ്ലാമിന്റെ നിയമത്തിൽ ഭൂമിയിൽ സമ്പൂർണ്ണമായ നീതി നടപ്പാക്കാൻ പറ്റില്ല എന്ന് കൈയാളുണ്ടെങ്കിൽ പ്രസംഗിച്ചത് വലിയ കടപ്പാടല്ല. ഒരു ഉദാഹരണം, എന്റെ വാപ്പ, ഞാനും കുടുംബത്തോട്, ഉമ്മ മരിച്ചു,
അപ്പോ വാപ്പാക്ക് വരെ പെണ്ണെടുക്കും. വലിയ ഒരുപാട് സ്വത്തുണ്ട്. അപ്പൊ വാപ്പായുടെ അടുത്ത് മൂത്ത മക്കളെ, ഞാൻ കുറെ മക്കളെ ഞാനും ഒരാളെന്ന് പറഞ്ഞു, അങ്ങനെ ഇപ്പൊ കല്യാണം കഴിച്ചവിടെ സ്വത്തിന്റെ കാര്യം ഒരു പ്രശ്നമാണ്. വാപ്പ കല്യാണം കഴിച്ചു വെച്ചോളൂ. വാപ്പ പോയി കല്യാണം കഴിച്ചു ചെറുപ്പം തന്നെ. മൊത്തം കുടുംബത്തിന്റെ സ്ഥിതി മാറി. നമ്മളെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാനൊരു വാടക കൊണ്ടേ വിളിച്ച് പറയാം, കട്ടികളാ കോടതി വരുമ്പോ ഞാൻ വന്നിട്ട് മാപ്പ് തരാം. കട്ടി കോടതിയിൽ വന്നു. ഇന്നിപ്പോ അതിന് ഏറ്റവും വലിയ അവകാശം ഞാനാണ്, ബാപ്പയുടെ മൂത്ത മോൻ ഞാനാണ്. ഞാൻ പറയാ അത് അബദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അയാളെ കൊല്ലാൻ വിചാരിച്ചൊന്നുമല്ല, ഞാൻ മാപ്പൊട്ടില്ല. ഞാൻ ഇസ്ലാമിക കോടതിക്ക് വെറുതെ വിടാൻ പറ്റുള്ളൂ, ശരീരത്തിന്റെ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാമിന്റെ കോടതിക്ക് വെറുതെ വിടാനേ പറ്റുള്ളൂ. ഏറ്റവും വലിയ ശരീരത്തിന്റെ കോടതിക്ക് അവിടെ ചെയ്തതായതാ. അപ്പൊ അവിടെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ലൂപ്ഹോൾ വെച്ചിട്ട് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയത്? അവിടെ വിഷയം ഭൗതികമായ നിയമസംഹിതയിലൂടെ നിലനിർത്തപ്പെടുന്ന ഈമാൻ ഇസ്ലാമിലല്ല അല്ലാഹു പഠിപ്പിക്കുന്നത്. ഓരോ ചലനവും നന്നായി അറിയുന്ന, സസൂക്ഷ്മം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുകയും ചെയ്യുന്നുണ്ട്. പടച്ചവന്റെ പിടുത്തത്തിൽ പോകുന്നില്ലല്ലോ. ആവശ്യമുള്ളപ്പോ ഏത് കോലത്തിലോ ശിക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിയുമ്പോ ഭൗതിക കോടതിയുടെ ശിക്ഷ അല്ല, അള്ളാഹുവിന്റെ കോടതിയിലെ ശിക്ഷയാണ് മനുഷ്യൻ ഭയക്കേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ തഖ്വ ഉണ്ടാവുന്നത്, ഈമാൻ ഉണ്ടാവുന്നത്. അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ തട്ടിപ്പിനും മറ്റു അനാവശ്യ അക്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു ചെറിയൊരു സൂചന മാത്രമല്ല. നിങ്ങളെ ഞാനവിടെ നിരത്തി നിർത്തുമെന്ന് വേറെ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞു. ഇലാ റബ്ബിഹിം യൻസിലൂൻ ജമീഅൻ ലദൈനാ മുഹ്ദറൂൻ എന്നൊക്കെ ഒരുപാട് ആയത്തുകൾ പറഞ്ഞു. അതായത് യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ഈ ലോകരക്ഷിതാവിന്റെ മുന്നിൽ എല്ലാവരെയും നിരത്തി നിർത്തുന്ന ദിവസമുണ്ട്. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. കിതാബൽ ഫുജ്ജാർ അതായത് ഈ ധിക്കാരികളുടെ, അക്രമികളുടെ കർമ്മത്തിന്റെ പുസ്തകം സിജ്ജീനിലായിരിക്കും. സിജ്ജീൻ എന്ന് പറഞ്ഞ ഒരു വലിയ റെക്കോർഡ് രജിസ്റ്ററാണ്. അതായത് കർമ്മത്തിന്റെ പുസ്തകം, എല്ലാവരുടെയും കർമ്മം രേഖപ്പെടുത്തുന്നത്. സിജ്ജീൻ എന്താണെന്ന് അറിയും. അത് അറബി ഭാഷയിലെ ശൈലി. നല്ലോണം അറിയണം സിജ്ജീൻ എന്താണെന്ന്. കിതാബുമാർക്കും അതൊരു മുദ്ര വെക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ആ സീഡി മുദ്ര വെച്ച് പിന്നെ ആർമാരൊന്നും കയറ്റാൻ പറ്റില്ല, അവിടെ ഹാജരാകും. ഇവിടെ നിന്ന് മലക്കളവിടെ കൊണ്ട് ഹാജരാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റെക്കോർഡിംഗ് സംവിധാനം ഖുർആനിൽ ഒരുപാട് പറഞ്ഞു. എടുത്ത് അവിടെ ഹാജരാക്കി കഴിഞ്ഞാൽ കിതാബ് വതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ. എല്ലാവരും നോക്കിക്കാണോ ഓരോരുത്തരും, എല്ലാവർക്കും പ്രിന്റ് ഔട്ട് കൊടുക്കും. ഇപ്പൊ ഇവിടെ നമ്മളെ ഹാർഡ് കോപ്പി പ്രിന്റ് ഔട്ട്, ഹാർഡ് കോപ്പി ഇവിടെ സോഫ്റ്റ് കോപ്പി നമുക്ക് ഇതിനെ കാണാൻ പറ്റും. നമ്മുടെ പേപ്പറിൽ അടിച്ചാൽ പ്രിന്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് തുറന്നു തരും. അപ്പൊ നമ്മള് അത് സ്ക്രീനിൽ തന്നെ വായിക്കാം. അപ്പൊ വജദൂ മാ അമിലൂ ഹാദിറാ. അപ്പൊ പറയാ ചെറുതും വലുതുമായി ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്നവൻ പറയും. എല്ലാം ഒരു ഓർമ്മ വരും, എല്ലാം ചെയ്ത. അങ്ങനെ ഒരു സിജ്ജീൻ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വൈലിൻ യൗമഇദിൽ മുക്കദ്ദിബീന അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ. ഈ യാഥാർത്ഥ്യം, ഈ ഒരു സംഗതിയെ നിഷേധിക്കുന്ന ആൾക്ക് നാശം. ആദ്യം തട്ടിപ്പെടുത്തുന്ന നാശം എന്ന് പറഞ്ഞു, എന്നിട്ട് കാര്യം പറഞ്ഞു കൊടുത്തില്ല, അതിനെ കയറി നിഷേധിക്കുന്ന ആളുകളുടെ നാശം. അങ്ങേയറ്റത്തെ ധിക്കാരിയും മഹാപാപിയും മാത്രമാണ് ഇതിന് യഥാർത്ഥം നിഷേധിക്കുക. യഥാർത്ഥത്തിൽ അടയായാത്തിന് അസാധ്യതയുള്ള പോലെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാം ഏത് പഴംപുരാണം, പൂർവീകരുടെ പഴംപുരാണമാണ്. അതെന്ന് ഞങ്ങൾക്ക് നേരെയില്ലാതെ ഞാൻ കാണുന്നത്. അത് പറയാൻ കാര്യം പറയാം, അവരുടെ ദുശ്ചെയ്തികൾ അവരുടെ ഹൃദയത്തിൽ കറ പുരട്ടി കളഞ്ഞു. സത്യം കാണാനും ന്യായം കാണാനും നീതി കാണാനും എന്നവർക്ക് സാധ്യമല്ലാത്ത വിധം അവരുടെ ഹൃദയം കടുത്തുപോയിരിക്കുന്നു. അനാവശ്യം കാണിച്ച്, അക്രമം കാണിച്ച്, അങ്ങനെ ഭൗതിക ജീവിതത്തിൽ ആർഭാടങ്ങളിൽ ആരങ്ങനെ ജീവിച്ചുകൊണ്ട് തെറ്റ് ചെയ്യാൻ അറപ്പില്ലാത്ത ഒരു പരമ കുറ്റവാളിയായി അവന്റെ ഹൃദയം കടുത്തുപോയിരിക്കുന്നു. അന്ന് പറയാം അവര് ചെയ്തു കൂട്ടിയതിന്റെ, സമ്പാദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൃദയം കറുത്തുപോയിരിക്കുന്നു. അന്ന് നിന്റെ രക്ഷിതാവിൽ നിന്ന് അവർ മറക്കപ്പെടുന്നത് അങ്ങനെ കാണാൻ പറ്റില്ല.
സത്യവിശ്വാസികൾക്ക് അള്ളാഹിനെ കണ്ട് ആനന്ദമുണ്ടാവും, പക്ഷെ അവർക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റില്ല, മറച്ചളയും. എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയുന്നു, അന്ന് നിഷേധിച്ചില്ലേ തട്ടിപ്പണത്തല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ആ നിഷേധിച്ച സാധനമാണ് സംഗതിയാണ് ഇപ്പോൾ മനസ്സിലായോ എന്ന് ചോദിക്കാൻ. ഇത്ര ഗൗരവത്തിൽ ആഴത്തിൽ ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് തൗഹീദും പരലോകവുമായി ഒട്ടിച്ചുകൊണ്ട് ഇത് പറയുന്നത് മനുഷ്യന്റെ പ്രായോഗിക ജീവിതത്തിൽ ശാന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആത്മസംസ്കരണം നേടാൻ വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടാവുന്ന ദീനും സമൂഹമാണ് പ്രയോജനകരമാകുന്നത്. അത്തരം ഒരു ദീനിൽ ജീവിച്ചു മരിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، اوصيكم واياي ബിത്തഖ്വ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെന്ന് മനസ്സിലാക്കി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഒന്നുകൂടി ഉണർത്തുകയാണ്, ശ്രദ്ധിക്കുക. സാമൂഹ്യ തിന്മക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇസ്ലാം ശക്തമായ ഭാഷയിലാണ്, ഒരു പഴുതുമില്ലാത്ത വിധം അതിശക്തമായ ഭാഷയിലാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സതിപ്പെട്ട് പിടിലമാണ്, ഒരു ബേജാറുണ്ടാവും. ഇടപാടുകൾ നടത്താത്ത ആരും പിന്നെ അവരുണ്ടാവില്ല. കച്ചവടമായാലും മറ്റു ക്രയവിക്രയങ്ങളായാലും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് സ്നേഹം കിട്ടണം, പക്ഷെ നമ്മൾ സ്നേഹിക്കൂല. നമുക്ക് നല്ല ആതിഥ്യം വരാതെ ആളുകൾ നമ്മളേതെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് നല്ല കട്ടിലും നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നാലോ നമുക്ക് അത്ര ബഹുമാനാന്തരം ഉണ്ടാവില്ല. ഇതൊന്നും തട്ടിപ്പിന്റെ ഭാഗം. മറ്റുള്ളവരുടെ അവകാശങ്ങൾ നീതിരഹിതമായി പിടിച്ചെടുക്കുന്നത് എന്നും തട്ടിപ്പാണ്. ഇനി ഒരു അവകാശവുമില്ല, അവന് അർഹതപ്പെട്ട ചില സംഗതികൾ നമ്മുടെ കൈവശം, അവൻ അവകാശം ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അത് കൊടുക്കാതിരിക്കുന്നതും തട്ടിപ്പിട്ടതാണ്. കുടുംബങ്ങളിലൊക്കെ സാധാരണ നിലയിൽ ഉണ്ടാവാറുണ്ട്, സ്വത്ത് വിധിക്കുമ്പോഴാണ് ഇത്ര സംഭവമാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട സ്ഥലം, കച്ചവടം ചെയ്യുന്നവരും ഉദ്യോഗത്തിൽ പോകുന്നവരും എല്ലാവരും വളരെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇത്ര വളരെ കടിച്ച. ഇതൊന്ന് സൂക്ഷിച്ച് ജീവിച്ചാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ അല്ലീൻ, നന്മകൾ നിറഞ്ഞ മനസ്സുള്ള മനുഷ്യരുടെ രേഖ എവിടെയാണ് സൂക്ഷിക്കുന്നത്? എല്ലീൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സൂപ്പർ കമ്പ്യൂട്ടർ രജിസ്റ്റർ. അതിനകമായിട്ട് നേരത്തെ പോലെ ചോദിച്ചോ, ആ എല്ലിയിൽ നിന്ന് നിങ്ങൾക്ക് അറിയോ? കിതാബുമാർക്കും അതും ഒരു മുദ്ര വെക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അതായത് സീൽ ചെയ്ത റെക്കോർഡാണ്. പണ്ടത്തെ ഭാഷയിൽ മുദ്ര വെക്കപ്പെട്ട പുസ്തകം എന്ന് പറയും, ഇന്ന് സീൽ ചെയ്ത റെക്കോർഡാണ്. യശ്ഹദുൽ മുഖറബൂൻ, ദൈവസാമീപ്യം ലഭിച്ചവർ അതിന് സാക്ഷ്യം വഹിക്കും. ഈ നന്മ നിറഞ്ഞ മനസ്സിന്റെ ആളുകൾ സുഖസമൃദ്ധിയിലായിരിക്കും. ചാരുമഞ്ചങ്ങളിൽ നിന്ന് അവർ നോക്കും. അങ്ങനെ ആട്ടുകട്ടിലിൽ വളരെ സുഖസമൃദ്ധിയിൽ നോക്കുന്ന ഒരു ഉന്നതമായ ഒരു സോപാനം, ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. സൂക്ഷിച്ച് ജീവിച്ചാൽ അവരുടെ മുഖത്ത് തന്നെ സമൃദ്ധിയുടെ പ്രസാദങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും അവർക്ക് സമൃദ്ധമാണ് അവരുടെ ജീവിതം എന്ന മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഖുർആൻ മനുഷ്യ മനസ്സിനോട് സംബന്ധിക്കുമ്പോൾ അവനെ പേടിപ്പിച്ചു വിരട്ടി നിരാശനാക്കി വിടുന്ന ഒരു പണി അല്ലാതില്ല, ചെയ്യൂല. കടത്ത് എവിടെയെടുത്ത് പരിശോധിച്ചാൽ വളരെ ശക്തമായി അല്ലാഹു തആല വിമർശിക്കും, ശരിയായി കളയെന്ന് പറയും. പക്ഷെ ഒരു പഴുത് വെച്ചിരിക്കും, നീ എന്നിട്ടൊരു തൗബയോ റെഡിയാ, അതെല്ലാം പുറത്ത് ഭയങ്കരമായ ആശ്വാസം. അതായത് ആഹാരത്തിനായും മരുഭൂമിയിൽ ആഹാരത്തിന് കുളിർ നീരവ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഖുർആൻ
വായിച്ചാൽ തന്നെ കണ്ടു മനസ്സിലാവും. ഖുർആന്റെ ചില ആയത്തുകൾ, ചില പരാമർശങ്ങൾ കേൾക്കുമ്പോ സത്യവിശ്വാസത്തിന്റെ മനസ്സുള്ളവനെ ഹൃദയത്തിൽ കിടിലം കൊടുക്കും. അവൻ അടിമുടി വറക്കുന്ന അന്ന് പറഞ്ഞത് വജിലത്തെ കൊണ്ടുപോകും. അവരുടെ ഹൃദയങ്ങൾ തരളിതമാകും, വറച്ചു പോകും. വരക്കണം, നിരത്താലേ വിശ്വാസമുണ്ട് എന്ന് നമ്മെ കുറിച്ച് മനസ്സിലാവും. അങ്ങനെ നിരാശപ്പെട്ട് ഞാൻ ഒരുപാട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. 60-70 വയസ്സായി ഇത്രയും കാലം തട്ടിപ്പ് തന്നെ നടത്തിയിരുന്നത്, മുഴുവൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു ഒരു തട്ടിപ്പുകാരനും പിരിഞ്ഞു പോകണ്ട. അതാണ് ഉത്തര. ആകാശം മുതൽ ഭൂമി വരെ ഒരു മനുഷ്യനും ഈ ഭൂമിയിനകത്ത് തട്ടിച്ചാൽ ഈ ഭൂമി മുഴുവൻ തട്ടിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും തട്ടിപ്പിന് കണക്കുണ്ടല്ലോ. ഒരാളിന്റെ ആയുസിനും തട്ടിപ്പിന്റെ ഏരിയയ്ക്ക് ഒരു കണക്കുണ്ട്. ഈ ഭൂമി മുഴുവൻ തട്ടിക്കാൻ പറ്റില്ല. അതല്ല പറഞ്ഞത്, ആകാശം മുതൽ ഭൂമി വരെ നീ ഇതെല്ലാം ചെയ്തിട്ട് എന്റെ അടുത്ത് നിഷ്കളങ്കമായി ഖനിച്ചു വന്നാൽ അത് എനിക്ക് പ്രശ്നം. ഞാൻ ഓർത്തിനോട് എന്നിട്ട് അതൊന്നും ആവർത്തിക്കാതിരിക്കാനുള്ള കഠിനമായ യത്നം, ആശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിലേക്ക് കൈപിടിച്ച് എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മുടെ കുട്ടികൾക്ക് സംഗതികൾ പറയുമ്പോൾ താത്തി കൊടുക്കുക. അത് ഇതൊരു പാടാണ് നമുക്ക്. നമ്മളെ കുട്ടികളെ വിമർശിക്കുമ്പോ, അവരുടെ തെറ്റിന് ചൂണ്ടിക്കളിക്കുമ്പോ അവരെ കംപ്ലീറ്റ് നിരാശരാക്കുന്ന രീതിയിൽ പറഞ്ഞ് തകർത്ത് കളയരുത്. കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സാരല്ല, ഇനി അങ്ങനെ ചെയ്യുന്നു. ആശ്വാസത്തിന്റെ മേലെ ആശ്വാസത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തണമെന്ന് പ്രവാചകൻ ജീവിതത്തിൽ ഉടനീളം ചെയ്തതാണ്. നീ ഒരു കഠിന ഹൃദയനായിരുന്നെങ്കിൽ ആളുകൾ നിന്റെ അടുത്ത് ഓടിക്കളയുമായിരുന്നു. പക്ഷേ ഞാൻ നിന്നെ ഒരു തരളിത ഹൃദയനും കാരുണ്യത്തിന്റെ ഹൃദയനുമാണ്. അതുകൊണ്ട് എപ്പോഴും പ്രവാചകനെ കാണാൻ ഇഷ്ടമാണ്. ഒരു മധുരം കഴിക്കുന്നത് പോലെ സത്യവിശ്വാസികൾ ഭാര്യാഭർത്താക്കന്മാരെ കാണുന്നതിനേക്കാൾ വലിയ ഒരു അനുഭൂതി സത്യവിശ്വാസിക്ക് പ്രവാചകനെ കാണാൻ. അങ്ങനെ ഒരു ആത്മബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ആത്മബന്ധങ്ങൾ ഉണ്ടാകുന്ന സമൂഹങ്ങളും കുടുംബങ്ങളും സത്യവിശ്വാസത്തിന്റെ വീതിയിൽ അല്ലാഹു തന്നെ ഉണ്ടാക്കിത്തരാൻ ഖുർആനിൽ വാഗ്ദാനം ചെയ്യുന്നു. നോക്കണ്ടോ അങ്ങനെ? സത്യവിശ്വാസം സ്വീകരിച്ചാൽ ഭാര്യയും ഭർത്താവും സഹോദരനും സഹോദരിയും അയൽക്കാരനും സുഹൃത്തും അല്ലാത്തവരൊക്കെ അവരുടെ ഇടയിൽ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ബന്ധം നാം സ്ഥാപിച്ചു കൊടുക്കാം എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സത്യവിശ്വാസത്തിന്റെ വീതിയിൽ നിന്ന് പോകുമ്പോൾ അത് കടുത്തതാവും, വിമർശനാത്മകമാവും, വൈരാഗ്യത്തിൻ്റെതാവും, കുത്തിൻ്റെതാവും, കൊലപാതകത്തിൻ്റെതാവും. പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്തവനും ജീവിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ്. എത്ര വലിയവനായാലും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിൽ പരസ്പരം വിട്ടുവീഴ്ചയും സഹനവും, അതാണ് വിശ്വാസത്തിന്റെ വീതി നമ്മളെ വിശ്വാസത്തിന്റെ വഴി നമ്മളെ കാണിച്ചിരുന്നത്. അതാണ് ദീന്. ഈ പൂജാതി കർമ്മങ്ങളിലും നമസ്കാരാധികാരികളിലും മാത്രമല്ല ദീന്. ഘോഷയാത്ര നടത്തുന്നതിലല്ല ദീന്. ദീന് ദൈനംദിന ജീവിതത്തിൽ ആശ്വാസം തരുന്ന അതിബൃഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്നതിലാണ് ദീൻ. അത് പ്രായോഗിക ജീവിതത്തിൽ പകർത്തുന്നതിലാണ് ദീൻ. ആ ദീനാണ് ഭൂമിയിൽ ശാന്തി കൊണ്ടുവരിക, പരലോകത്ത് സ്വർഗം നേടിത്തെളിയിക്കുക. ആ ദീനിനെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനും അതിന് ശ്രമിക്കുക. കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر لنا أبو بكر وعمر وعثمان وعلي وحمزة والعباس والحسن والحسين ومن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുകൊണ്ടുവന്നേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യസന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും ഉസ്താദന്മാർക്കും മറ്റു ബന്ധുക്കൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും നീ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പുറത്തുകൊണ്ടാക്കി തരണേ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊണ്ടേ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കുന്നതിനെ, അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കുന്നതിനെ, ഞങ്ങളുടെ കുടുംബത്തിലും മക്കൾ സൗഹൃദപരങ്ങളുള്ള പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരുന്നതിനെ, യോജിപ്പും ജന്മിപ്പും അതുപോലെ സ്നേഹകാരുണ്യങ്ങളും പരസ്പരം പങ്കുവച്ച് ഒരു ശാന്തമായ ജീവിതം പിന്നെ അവർ നയിക്കാനുള്ള
പഠിപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ. പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിൽ തന്നെ തമ്പുരാനെ. ഞങ്ങളുടെ സാമ്പത്തിക രംഗം ഏറ്റവും മഹത്തായതാക്കി നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹു അനാവശ്യമായ ഒന്നും തന്നെ നേടാതിരിക്കാനുള്ള ഒരു തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും നിന്നെ സൂക്ഷ്മതയോടെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇബാദത്തുകളിലും ഇടപാടുകളിലും ഏറ്റവും നല്ല സൂക്ഷ്മത കൈവരിക്കാൻ നീ നിങ്ങൾക്ക് അനുഗ്രഹം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ചു തരം തരണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റിക്കൊള്ളണം തന്നെ തമ്പുരാനെ. അല്ലാഹുവേ മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. ഞങ്ങളെ നരകശിക്ഷയിൽ കാക്കുകയും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം തമ്പുരാനെ. ഫിർദൗസിൽ നിന്ന് ലിഖാഇൽ തന്നെ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.